ആൻഡ്രിയെ ഒന്ന് വിളിച്ചു നോക്ക്. എന്തായാലും വിളിക്കും, കുറെ നേരം ആയില്ലേ നമ്മള് വെയിറ്റ് ചെയ്യുന്നു. ഹലോ, എവിടെയാ? ഹലോ, അവിടെ ഞാൻ എത്തി. അവരൊക്കെ വന്നോ? അവരെല്ലാം എത്തി, പെട്ടെന്ന് വന്നു. ഞാൻ താഴെ വരുന്നത്. അവളെത്താറായോ? അവളെത്താറായി. ലേറ്റായോ? നേരായി നിന്നെ വെയിറ്റ് ചെയ്യുന്ന. ഞാൻ ഉറങ്ങി എഴുന്നേക്കാൻ ഒരുപാട് ലേറ്റായി. ഇന്നത്തെ പുതിയ ആൽബം നിങ്ങൾ കണ്ടില്ലായിരുന്നു? അത് കണ്ട് കിടന്ന് ഉറങ്ങി. എപ്പോഴാ ഉറങ്ങിയെന്ന് ഒരു ഞാനും ഇന്നലെ അത് കണ്ടിട്ടാ ഉറങ്ങിയത്. അടിപൊളിയായിരുന്നല്ലേ ആൽബം, പ്രത്യേകിച്ച് ബി ആണെങ്കിൽ ഒരു രക്ഷയില്ല. സൂപ്പർ ആയിരുന്നു. ജെ കെ ആയിരുന്നു നല്ലത്. അതെ, ജെ കെ ആണുള്ളത്. വേൾഡ് വൈഡ് ഹാൻസം അല്ലേ, വീട്ടിലെ പിടിലായിരുന്നു. പക്ഷെ പാട്ട് വെച്ച് നോക്കുമ്പോ ജെ കെ തർക്കിക്കാനൊന്നും പറ്റില്ല, ആർക്കും കഴിയത്തില്ല. അങ്ങനെയൊന്നുമില്ല. ജെ കെക്കാൾ ബെറ്റർ ബി തന്നെയാണ്. ജെ കെ ആണ് ബെസ്റ്റ്. നിനക്കൊക്കെ എന്തോന്നറിയാം, ജെ കെക്ക് അഭിനയിക്കാറിയോ? അതൊക്കെ നമ്മുടെ ബിയിലെ കണ്ടു പഠിക്കും. എന്ത് കിടിലായിട്ടാണ് അഭിനയിക്കുന്നത് അറിയാവോ? ഒന്ന് പോടി, അവളുടെ ഒരു ബി പോയി ചത്തൂടെ. നീ കുറെ നേരമായല്ലോ തുടങ്ങിട്ട്. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് എന്താ പ്രശ്നം? നീ എന്തോ ചെയ്യും, എന്നെ തല്ലോ? എന്നാ പിന്നെ കാണണമല്ലോ. വേണ്ടിയാണ് തല്ല, ജെക്ക് വേണ്ടി എന്തായാലും തല്ലേ. അതെ എന്തൊക്കെയുണ്ട് വിശേഷം? ബാക്കിയുള്ളവരെയാണ് രണ്ടുപേരും വന്നോളാം. ഇല്ല ടീച്ചർ, എല്ലാവരും വന്നു. പക്ഷെ കാണാനില്ല ക്ലാസ്സിൽ. അറിയില്ല. എവിടെ പോയിരിക്കുമോ? അറിയില്ല ടീച്ചർ. ഓക്കെ, പഠിപ്പിച്ചു തുടങ്ങിയാൽ നമുക്ക് ആരെ കാത്തിക്കണം? ടീച്ചർ നല്ല കുറച്ച് എവിടെ വാങ്ങിയ ഇതിനെ ഓൺലൈൻ വാങ്ങിച്ചത്. ഡ്രസ്സും കൊള്ളാം. ടീച്ചറെ കുറച്ച് ക്ലാസ് പോയാ? പോയി ടീച്ചർ എന്താ? ടീച്ചർ ആൻഡ്രിയെ കുറച്ച് കുട്ടികളുടെ അവിടെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? ടീച്ചർ ഒന്ന് വന്ന് മനസ്സിൽ നോക്കിയിട്ട് വരാം. അങ്ങനെയാണല്ലേ? അത് അവര് സ്ഥിരമുള്ള പരിപാടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഒരു പണി കൊടുക്കണം. അത് സാരമില്ല, ഇപ്പൊ പ്രശ്നമാക്കണ്ട. അത് വലിയൊരു പ്രോബ്ലം. ഞാൻ എന്തായാലും കുറെ കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് എന്തായാലും അവർക്ക് ഞാൻ നമുക്കും സമയം വരും. അതെ, എന്തായാലും സീനാക്കിയേ പറ്റൂ. ടീച്ചർ അവിടെ ഇയാളിന് പോയിക്കോ. എല്ലായിടത്തും കേട്ടില്ലേ? ക്ലാസ് തുടങ്ങിയോടെ കളിച്ചോണ്ടിരിക്കണം. ക്ലാസ്സിൽ പോ, ക്ലാസ്സിൽ പോ. അടിയുണ്ടായ ആർക്കെങ്കിലും കിട്ടിയാ നിങ്ങൾ ആദ്യം എന്നത് അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും. ആർക്കും സമയത്ത് ക്ലാസ്സിൽ വരാനും വയ്യ. കല്ലുണ്ടായിരുന്നു കോട്ടയം. ഇപ്പൊ എന്ത് താമസം? ഞാൻ ഒരു പറഞ്ഞിട്ടേ വന്ന് കേരള പാട്ട് പഠിപ്പിക്കാം. Shylock had become very rich by lending money at a very high interest to merchants. He was a hard-hearted man and was very severe with his customers. So he was much disliked by all good men. Antonio also disliked Shylock for being so ambitious and greedy. നിങ്ങളെ ഇപ്പൊ ഞാൻ വഴി പറഞ്ഞു അകത്ത് കയറ്റിയത് പഠിക്കാമെന്ന് പഠിച്ചുകൂടെ? എണീച്ചോ, ക്ലാസ്സിൽ പുറത്തല്ലേ? നാളെ വരണ്ട, വീട്ടിൽ നാളെ കൊണ്ട് വന്നാൽ പോയിക്കോ. രണ്ടോട്ട് നിൽക്കുന്നു. പഠിക്കാൻ വന്ന് പഠിക്കരുത്, എന്നാൽ ക്ലാസ്സിൽ നിന്ന് പോകണം. ബാക്കിയുള്ളവർ പഠിക്കാൻ സമയത്തോ അതും ചെയ്തു. എന്തുണ്ട് ശബ്ദം? അവിടുത്തെ എനിക്ക് എന്നത്തെ പോലെ ഇവർക്ക് പുതിയ
സ്വഭാവം. ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ അവർക്ക് എന്തോരം മാറ്റമുണ്ട്. എന്നും ഇങ്ങനെയല്ലേ ഇപ്പൊ വന്നതല്ലോ. അപ്പൊ ആരൊരു പേടിയില്ലാതെ അവരെപ്പോഴും ഫോണിലാണല്ലോ. എന്താ പ്രശ്നം? എനിക്കറിയത്തില്ല. അവളെപ്പോഴും ഫോൺ, എപ്പോഴും ആ ഫോൺ അടിച്ച് എപ്പോഴും ആ ഫോണിന്റെ ആര് പറഞ്ഞാലും കേൾക്കത്തു. കൊള്ളാത്തൊന്നും പറയാതെ പോവാ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ആയിപ്പോയില്ല. എന്താ ഇങ്ങനെ? എനിക്കറിയത്തില്ല. ഇനി അച്ഛനെ കൊണ്ടങ്ങനെ സംസാരിപ്പിക്കുന്ന അച്ഛനെ വിളിക്കുന്നത്. ഇവിടെ എന്താ എത്ര ബഹളം? നിങ്ങളുടെ മോള് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ബഹളം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ഇപ്പൊ സ്ഥിരമാക്കിയാണല്ലോ. അവിടെ അനിയൻ അങ്ങനെയായിരുന്നു. അങ്ങനെ വിട്ടാ കൊള്ളില്ലല്ലോ. എന്ത് ചെയ്യാന്? ഇത് എന്നും പറഞ്ഞു കയറി കഴിക്കാൻ വിശക്കുന്നു. എന്നതാ നിങ്ങൾ ഇവിടെ നിന്റെ അനിയത്തി എവിടെ? ഞാൻ ഒരു തവണ വിളിച്ചു നോക്കാം. ഒന്നുകൂടെ ചെന്ന് വിളിച്ചേക്ക്. കഴിക്കാം, മതിയാക്കുന്നത്. എപ്പോഴേ വിളിക്കുന്നു. ആ കഴിക്കാം. കൊറേ നേരം നീ ഫോണിലാണ് കഴിക്കാവാ. നിനക്ക് നീ കാര്യം നോക്കിയാ പോരെ? അവര് നീ വന്നാലേ കഴിക്കുവാളന്ന്. അവർക്ക് കഴിക്കാൻ പറയാം, എനിക്കിപ്പോ വേണ്ട. നീ വാ എന്തായാലും. എനിക്ക് എന്നാലും വിശക്കുന്നു. ആ നീ കഴിക്കാം. അവരുടെ ചൊല്ലിന് ജനം നിൽക്കുന്നു പറഞ്ഞാൽ ഞാൻ ഒരുപോലെ നിൽക്കണം. നീ കാര്യം പോയി. നീ ഏതായാലും ഫോണിലല്ലേ. നീ പറഞ്ഞ നീ എല്ലാം അനുസരിച്ച് നടക്കുവാണ്. നീ വേണേ വന്നാൽ ഞാൻ പോകും. പറഞ്ഞത് കേട്ടല്ലോ. നീ ഞാൻ പോയി വിളിക്കത്തില്ല. നീ ഞാൻ അങ്ങോട്ട് വരണോ? ഇനി വല്ലതും കഴിക്കാൻ നോക്കാതെ. നീ ആദ്യം ഫോൺ മാറ്റി. അച്ഛൻ പറഞ്ഞ ഫോൺ മാറ്റി. ഫോൺ മാറ്റി വെച്ചേക്കുമല്ലേ? എന്ത് പറഞ്ഞാൽ ഇതല്ല ഞാൻ എന്താ വേണം? എനിക്കൊരു സ്വാതന്ത്ര്യമില്ലേ ഈ വീട്ടില്? നീ ചോറാൻ നോക്കുന്നുണ്ട്. ഞാൻ പോകും. ഹലോ ആൻഡ്രിയ. എന്തായി സാറാ? ഇല്ല, ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഇത്രയും നേരം പിന്നെ നീ എന്തെടുക്കുമായിരുന്നു? അല്ല, നീ എന്തോ ഡാർക്ക് വെബിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. അത് നമുക്കൊന്ന് നോക്കിയാലോ? ഞാൻ ഡാർക്ക് വെബിലൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നാളെ നമുക്കൊരു സ്ഥലം വരെ പോകാം. ഒരു സീനിയറിനെ കാണും. അതൊക്കെ ഉണ്ട്. അതൊന്ന് നാളെ വരുമ്പോ പറയാം. എന്തായാലും നമുക്ക് നല്ലൊരു പണി തന്നെ അവർക്ക് കൊടുക്കണം. ഇതെന്തായാലും അവർ മറക്കാൻ പാടില്ല. ശരി. ഓർമ്മയില്ലേ? ഇല്ലല്ലോ. ഞാൻ ചേച്ചിയുടെ കൂടെ പഠിച്ച ചേച്ചി എന്റെ ചേച്ചിയുടെ കൂടെ പഠിച്ചേ. ആണോ? പേരെന്താണ് ചേച്ചിയുടെ പേര്? ഏഞ്ചൽ. ശരി ശരി, ഏഞ്ചൽ അനിയത്തിയല്ലേ? നീ ഭയങ്കര കുഞ്ഞല്ലേ? ഫ്രണ്ട്സാണോ? എന്താ ചേച്ചി? ഒരുപാട് പേര്. ആണോ? ഓക്കെ. എന്താ എല്ലാവരും കൂടെ? എനിക്ക് ചേച്ചിയുടെ ഒരു ഹെൽപ്പ് വേണം. പറയൂ. എല്ലാ ഹെൽപ്പ് വേണ്ട പറയൂ. ചേച്ചി നമ്മുടെ സ്കൂളിലായിരുന്നു ഡാർക്ക് വെബിനെ പറ്റിയിട്ട് ചെയ്തിട്ടില്ല. അതെ. ആണോ? എന്താ ടീമല്ലായിരുന്നു? അത് ഞങ്ങൾ റോൾ മോഡൽ തന്നെ ചേച്ചിയാണ്. ഞങ്ങൾ 3 പേര് ആ സ്കൂളിലെ പുതിയ ടീം. ഓക്കെ. അപ്പൊ എന്താണ് കാര്യം? എന്താണ്? ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ഒരു ടീമുണ്ട്. അവരാണെങ്കിൽ ഭയങ്കര മോശപ്പെട്ടത്. ഞങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമുക്ക് അവർക്ക് തിരിച്ച് റിവെഞ്ച് ചെയ്യണം. റിവെഞ്ച് ചെയ്യാനോ? തവണ ഇങ്ങനെ ചെയ്തപ്പോഴല്ലേ ചേച്ചിയുടെ ടീം വിജയിച്ചത്. അതുകൊണ്ട് നമ്മുടെ അങ്ങനെ ചെയ്ത രീതിയിൽ ഡാർക്കോട്ടിനെ പറ്റിയാണോ ചെയ്യുന്നത്? ഓക്കെ. എന്താ അറിയേണ്ടത്? എന്താണ് ഇങ്ങനെ റിവെഞ്ച് ചെയ്യാമെന്നുള്ള കാര്യമായിരിക്കും അല്ലേ? പക്ഷേ കുട്ടികളെ അപ്പോഴും ഞങ്ങളുടെ ഒരു ചോരത്തിളപ്പിന്റെ ഓർത്ത് ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിലോട്ടൊന്നും എടുത്ത് ചാടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു തവണത്തേക്കെങ്കിലും ഇത് നടക്കട്ടെ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഒരുപാട് ഡിപ്രഷനിൽ പോയി ഒരുപാട് മെഡിക്കേഷൻസ് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തി. എന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുവാണ്, ഒരു കാരണവശാലും അതിലോട്ടൊന്നും പോകരുത്. നിങ്ങൾ കൊച്ചു കുട്ടികളാണ്. അതിന്റെ പുറത്ത് നിങ്ങൾക്ക് പലതും തോന്നും. അതിലോട്ടൊന്നും നിൽക്കരുത്. ഈ കാര്യം സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കേട്ടോ പൊക്കം. എടാ, നമുക്ക് ആ റിവെഞ്ച് ചെയ്യുന്നതിനെ പറ്റി ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. അതെ, ആ ചേച്ചി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് കാര്യമുള്ള തീരുമാനങ്ങളെടുത്ത് അവസാനം കെടിയിലാവുന്നു. അതെ, നമ്മൾ ചെയ്യേണ്ട കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ഉറപ്പായിട്ട് ചിന്തിക്കണം. ആ ചേച്ചി അവസാനം മെഡിക്കേഷൻസ് ഒക്കെ എടുക്കാൻ നല്ലതാണ്. നമുക്ക് ഇനി ഒന്ന് മട്ടുമാവൂ. അതാണ് നമ്മൾ ഇത് ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യും. അതെ, ഈ ഡാക്ടറെ പറ്റി നമ്മൾ
വിചാരിക്കുന്നതിനും ഭയങ്കര റിസ്ക് ഉള്ള സ്ഥലമാണ്. പിന്നെ ഓപ്പോസിറ്റ് അവർക്കുള്ളത് അവരായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കും. കാരണം ഇന്ന് തന്നെ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് സംഭവിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അവർക്കുള്ളത് അവർക്ക് തന്നെ കിട്ടിക്കൊടുക്കും. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമുക്ക് പഠിച്ച് നന്നായിട്ട് ജീവിക്കാം. അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. അതെ